ഇന്ന് നമുക്കൊരു ഷർട്ട് കോളർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് 16.5 ഇഞ്ചിൻ്റെയാണ് കോളർ ചെയ്യേണ്ടത്. ആദ്യമായി നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൽ കോളർ സ്റ്റാൻഡിൻ്റെ വീതി നമ്മൾ വയ്ക്കുന്നത് 1.25 ഇഞ്ചാണ്. 1.25 ഇഞ്ചിലൊരു മാർക്ക് ഇവിടെ ചെയ്തു. അതുപോലെ തന്നെ 1.25 ഇഞ്ച് മാർക്ക് ഇവിടെയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 16.5 അപ്പോൾ നമ്മൾ 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണത്. 8 ഇഞ്ചിൽ മാർക്ക് ഇവിടെ ചെയ്തു. 8 ഇഞ്ചിൽ മാർക്ക്. ഈ രണ്ട് മാർക്കിങ്ങും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതിന് ശേഷം ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഇതേ വീതി തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ 1.25 ഇഞ്ച് വീതി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. 1.25. ഈ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കോളറിൻ്റെ സൈസ്, നെക്ക് സൈസിൽ വരുന്നത് 2.75 ആണ്. 2.75 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. സെയിം മാർക്കിംഗ് തന്നെ നമ്മൾ ഇവിടെ താഴെയും 2.75 മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ മാർക്കിങ്ങിനെ നമ്മൾ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ രണ്ട് പോയിന്റിലേക്ക് നമ്മൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ കോളർ സ്റ്റാൻഡ്. ഇതിന് ശേഷം നമ്മളിതിൽ വയ്ക്കുന്ന പ്ലാക്കറ്റിൻ്റെ വീതി 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഈ ലൈനിൽ നിന്ന് ഇതെവിടെയാണോ മുട്ടുന്നത് അവിടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 1 ഇഞ്ചിൻ്റെ പകുതി ഹാഫ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. സെയിം അതുപോലെ തന്നെ ഇവിടെയും ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇതിനെയും ലൈൻ മാറ്റാം. ഇതിനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റുക. ഇനി നമുക്ക് ഈ ലൈനിൽ നിന്ന് ഇതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇത് കണക്ട് ചെയ്ത് എടുക്കാം. ഈ കണക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ 4 ഇഞ്ചാണ് ഇതിൻ്റെ തയ്യൽ തുമ്പിടാൻ പോകുന്നത്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഡിസ്റ്റൻസ് നോക്കുക. ഇത് 1 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. ഈ 1 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടുന്ന് നോക്കുക 3.25 ഇഞ്ച്. ഈ 3.25 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കണം. ഇതിനിങ്ങനെ കൂട്ടിമുട്ടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്ത് ഇതേ സെയിം അളവ് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 2.75 ഇഞ്ച്. ഈ 2.75 ഇഞ്ചിനെ ഇതുപോലെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇതുപോലെ ഇങ്ങോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമുക്ക് കോളറിന് ആവശ്യമുള്ള നീളം ഇവിടെ നമ്മളൊരു 4 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്.
ഇത് 1/4 ഇഞ്ചാണിത്. ഇവിടെ നിന്ന് നമ്മൾ 2.25 ഇഞ്ച് 2.75 ഇഞ്ച് ഈ ലൈനിൽ എവിടെയാണോ മുട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഈ സെയിം ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് നോക്കുക. ഇത് 4.75 ആണ്. ഈ 4.75 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കോളർ വരച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് 1.25 ഇഞ്ചാണ് വീതി. ഇത് നമുക്ക് 1.5 ഇഞ്ച് വീതി കിട്ടും. ഇങ്ങനെയാണ് കോളർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുൻപായി ഇങ്ങനെ ഒരു പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാറ്റേൺ വെച്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തൊരു കോളർ കട്ട് ചെയ്തെടുക്കുക. അതിന് എപ്പോഴും ഇങ്ങനെ ഫുള്ളായി വെച്ച് മാർക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ കോളറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ഫുൾ സൈസിലുള്ള പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻവാസ് ഷർട്ടിന് ഉപയോഗിക്കുന്ന കോളർ ക്യാൻവാസാണ്. കട്ട് കൂടുതലുള്ള ക്യാൻവാസാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് ആ സ്റ്റിഫ്നെസ്സും ഷേപ്പും കറക്റ്റായി കിട്ടുള്ളൂ. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പശയില്ലാത്ത ഭാഗത്ത് കൂടിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ എല്ലാ ഭാഗത്തും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിടണം. നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും 4 ഭാഗത്തും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിടണം. ഇതിന് നമുക്ക് ഈ ഭാഗത്ത് തയ്യൽ തുമ്പിടേണ്ട ആവശ്യമില്ല. ബാക്കി 3 സൈഡ്, ഈ സൈഡും ഈ സൈഡും ഈ സൈഡ്, ഇതിൻ്റെ 3 സൈഡിലാണ് നമുക്ക് തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് വീതം തയ്യൽ തുമ്പിടുണ്ട്. ഈ ഭാഗം നമ്മളിതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അത് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ അറിയാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഈ ഭാഗത്ത് തയ്യൽ തുമ്പിടേണ്ട ആവശ്യമില്ല തുണിയിൽ. ഇനി കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതും കൂടി കാണിക്കാം നമുക്ക്. ഇത് നമ്മുടെ കോളർ സ്റ്റാൻഡാണ്. ഈ കോളർ സ്റ്റാൻഡ് നമ്മൾ ആദ്യം തന്നെ
ഇതിപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അടിഭാഗം ഈ സൈഡ് ഇങ്ങനെ മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം. ഇത് നമുക്കൊന്ന് തയ്ച്ചു നോക്കാം. ആദ്യം നല്ലവണ്ണം ഇതുപോലെ മടക്കിയതിന് ശേഷം തയ്ച്ചു കൊടുക്കുക. അത് ഒരേ വീതിയിൽ തയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീതി വ്യത്യാസം വരാത്ത രീതിയിൽ തയ്ക്കുക. ഇത് ഒരേ രീതിയിൽ തയ്ക്കാൻ പറയുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് പുറത്ത് കാണുന്നത് നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ ആ ലൈൻ കാരണം ഒരു ലൈൻ കൂടി സ്റ്റിച്ചിങ് വരുന്നതാണ് അതിന് മുകളിൽ കൂടെ. ശേഷം ഇതിൻ്റെ മറ്റേ പീസും കൂടി എടുത്ത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതാണ് നമ്മൾ മറ്റേ കോളറിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പിൻ ചെയ്യുക. രണ്ട് സ്ഥലത്തൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. രണ്ട് സ്ഥലത്തൊന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ബലത്തിലോട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 3 സ്ഥലത്ത് പിൻ ചെയ്ത് വയ്ക്കുക. പിൻ ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം ഈ സൈഡ് കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, 1/4 ഇഞ്ചിൽ കൂടരുത്. 1/4 ഇഞ്ച് വീതി മാക്സിമം വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം, ഇത് ഇങ്ങനെ മടക്കി ഇതിൻ്റെ നേരെ സെൻറ്റർ മാർക്ക് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിതിൽ ക്യാൻവാസ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്ക് വശം, ഇതിൻ്റെ ഫ്രണ്ട് വശം. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ്. സ്റ്റിച്ചിങ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് ഇവിടെ വന്ന് അവസാനിപ്പിക്കും. ഇങ്ങനെ ആണ് തയ്ച്ചു പോകുന്നത്. ഈ ഭാഗം നമ്മൾ തയ്ക്കുന്നില്ല. ഈ ഭാഗം 3 ഭാഗമാണ് തയ്ക്കുന്നത്. ഇതിൽ ഈ മൂല വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൂല വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു നൂലിട്ട് കൊടുക്കും. അത് നമുക്ക് ആ മൂല നമുക്ക് ഉള്ളിലേക്ക് കറക്റ്റായി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. കറക്റ്റ് എഡ്ജിൽ കൂടി തന്നെ തയ്ക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിങ് കറക്റ്റ് മൂലക്കിലാണ്. അപ്പോൾ അത് എത്തുന്നതിൻ്റെ മുൻപ് നമ്മൾ ഈ നൂലിൻ്റെ ഒരഴ ഇങ്ങനെ ആക്കി കറക്റ്റായിട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സൂചി കറക്റ്റായിട്ട് അടുത്ത സ്റ്റിച്ചിങ് കുത്തുക. ഇതിന് ശേഷം ഈ നൂലിൻ്റെ ഇങ്ങേ തല ഇതിനകത്തു കൂടി എടുത്തിടുക. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി അത് തിരിച്ച് തയ്ച്ചു പോകും. ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മറ്റേ മൂലക്കിലും ചെയ്യും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ കറക്റ്റായിട്ട് സൂചിയിൽ കുടുങ്ങിയിട്ടല്ലേ നിൽക്കണമെന്ന് നോക്കുക. അങ്ങനെ വലിച്ചു നോക്കുക. വലിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് സ്റ്റിച്ചിങ് അവിടെ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലെ തന്നെ ഇത് 2 കോർണറിലും ചെയ്യുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ മൂല വരുമ്പോൾ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക.
രണ്ട് മൂലയും ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് മൂല. അതിനുശേഷം ഇതൊന്നുകൂടി വീതി കുറയ്ക്കാം. ചവിട്ടിയുടെ ഒരു പല്ലിൻ്റെ വീതി അത് വേണ്ട, അതിൽ കൂടുതൽ ആവശ്യമില്ല. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് മടങ്ങില്ല കറക്റ്റായിട്ട്, നമുക്ക് കോളർ വൃത്തിയില്ലാതെ ആയി പോകും. ഇനി നമുക്കിതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തയ്ച്ചിട്ടുള്ള നൂലിലേക്ക് ഒരിക്കലും ആവരുത്. ഇനി നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചും മറയ്ക്കാം. നമ്മൾ ഈ കോളർ ഇങ്ങനെ മടക്കി കഴിഞ്ഞു, പുറത്ത് മടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ചുറ്റുഭാഗവും അടിക്കണം. കാരണം ഇതിന് ആ കൂടി ഒരു തൈലാണ് വന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് ചുറ്റുഭാഗവും നമ്മൾ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ കോളർ വിട്ടുപോരും. അത് നല്ല ഭംഗിയായിട്ട് അടിക്കണം. ഇതൊരു റൗണ്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു വരിയും കൂടി അടിക്കുക. അത് കറക്റ്റായിട്ട് ഈ പല്ലിൻ്റെ ഗ്യാപ്പ്, ഈ പല്ലിൻ്റെ വീതി നോക്കി കറക്റ്റ് ആ വീതിയിൽ കൂടി തന്നെ അടിച്ചു പോരുക. ഇപ്പോൾ നമുക്ക് കാണാം ഇത് തയ്ച്ചിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയിൽ തയ്ക്കുക. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. നല്ല ഭംഗിയിൽ തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ക്യാൻവാസുള്ള സൈഡ് നോക്കുക. ഈ ക്യാൻവാസുള്ള സൈഡിൽ ആണ് നമ്മുടെ ഈ പീസ് വരേണ്ടത്, ക്യാൻവാസുള്ള പീസ് വരേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ പീസ് അടിയിൽ വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിച്ച് സെൻറ്ററിൽ മാർക്കിംഗ് ഉണ്ട്. സെൻറ്ററിലത്തെ കട്ടിങ്ങും ഇതിലത്തെ കട്ടിങ്ങും കൂടി ഒരേ വരിയിൽ വയ്ക്കുക. ഒരേ വരിയിൽ വെച്ചതിന് ശേഷം ഇതിനും ഇവിടെ കട്ടിങ് ഉണ്ട്, കാണാൻ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എല്ലാം ഒരേ ലൈനിൽ വയ്ക്കുക. എല്ലാം ഒരേ ലൈനിൽ വെച്ച് ഇതുപോലെ പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായി പിടിച്ച് നമുക്ക് തയ്ക്കാം. രണ്ട് സ്ഥലത്തും കൂടി പിൻ ചെയ്യുക. പിൻ ചെയ്യുന്നത് നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടി മാത്രമാണ് മെയിനായിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഇരുന്നാൽ നമ്മളുടെ സ്റ്റിച്ചിങ് നല്ല ഫിനിഷിങ് ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എല്ലാ ഭാഗവും ഇത് കറക്റ്റായി വെച്ചതിന് ശേഷം നമുക്ക് ഈ കോർണറിൽ നിന്ന് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങാം. ഇവിടെ നിന്ന് ഇത് തയ്ച്ചു തുടങ്ങി നമുക്ക് അങ്ങനെ തലയ്ക്ക് ഇത് അവസാനിപ്പിക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇവിടെ നിന്നാണ് അടിക്കുന്നത്, ഈ തലയ്ക്കുന്നല്ല, ഇവിടെ നിന്നാണ് ഇത് അടിച്ചു തുടങ്ങുന്നത്. അത് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ പരമാവധി ചെറുതായിട്ടൊന്ന് കയറ്റി അടിക്കുക. ക്യാൻവാസിൻ്റെ കറക്റ്റ് അടിച്ച് പിടിച്ചടിച്ചാൽ മതി. തിരിച്ചു മടക്കുന്നതിന് മുൻപ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനും. കോളർ തയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.